ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن محمد عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس ഉസീക്കും വയ്യായ അവലം ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന സൽക്കർമ്മങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ ധാരാളം പാപങ്ങൾ സംഭവിക്കാറുണ്ട്. പാപങ്ങളെ തിരിച്ചറിഞ്ഞ് വേഗത്തിൽ പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറു ഖത്താഈന അത്തവ്വാബൂൻ. ആദമിന്റെ സന്തതികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും തിന്മകൾ സംഭവിക്കും, എല്ലാവരിലും പാപങ്ങൾ സംഭവിച്ചു പോകും. എന്നാൽ അവരിൽ ഏറ്റവും ഉത്തമമാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ തിന്മകൾ സംഭവിക്കുമ്പോൾ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ് ഏറ്റവും ഉത്തമമാരായിട്ടുള്ള ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. തിന്മകളെ നിസ്സാരമായി കാണുന്നത് അവിശ്വാസികളുടെ ലക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചാൽ, പാപങ്ങൾ പറ്റിയാൽ അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചുകൊണ്ട് മടങ്ങാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും വല്ല തിന്മയും ചെയ്താൽ, ഔ യളിം നഫ്സഹു, അല്ലെങ്കിൽ സ്വന്തത്തോട് അവൻ അക്രമം പ്രവർത്തിച്ചാൽ, എന്നിട്ട് അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ
തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോകാറുണ്ട്. അതിൽ വലിയ തിന്മകൾ ഉണ്ടാകും, ചെറിയ തിന്മകൾ ഉണ്ടാകും. പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനെ തുടർന്ന് ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് സാധിക്കണം. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, ഒരു മലയോളം വലുപ്പത്തിൽ ഒരു അടിമ തിന്മ ചെയ്താൽ അവന് മാനസാന്തരമുണ്ടായാൽ അല്ലാഹുവിങ്കലേക്ക് ഇസ്തിഗ്ഫാർ നടത്തി അവൻ മടങ്ങിയാൽ തീർച്ചയായും അവന് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന്. ഇത് കേട്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഒരു മലയോളം വലുപ്പം തിന്മ ചെയ്താലും അയാൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമോ? സംശയത്തോടെ ചോദിച്ച ആയിഷ ബീവിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തീർച്ചയായും അവനക്ക് കുറ്റബോധമുണ്ടായാൽ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആയിഷ ബീവിയോട് മറുപടി പറയുകയാണ്. അല്ലാഹുവിന്റെ ഒരുപാട് പേരുകൾ നമുക്കറിയാം. റഹീം, ആ പദത്തിന്റെ അർത്ഥം കരുണയുള്ളവൻ എന്നാണ്. ഗഫൂർ അല്ലാഹുവിന്റെ മറ്റൊരു നാമമാണ്. ആ പദത്തിന്റെ അർത്ഥം അങ്ങേയറ്റം പൊറുക്കുന്നവൻ എന്നാണ്. ഒരു അടിമ എത്ര തിന്മ ചെയ്താലും അവന് കുറ്റബോധമുണ്ടായാൽ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. പാപമോചനം ലഭിക്കുന്ന ചില സൽക്കർമ്മങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ കർമ്മങ്ങളിലൂടെ അല്ലാഹു തആല നമുക്ക് പാപമോചനം നൽകുമെന്നാണ്. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒരു സൽക്രമമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക. ഒരാള് ധാരാളക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുകയാണ് എങ്കിൽ അവന്റെ പാപങ്ങളെ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും തന്റെ സമുദായത്തെ പഠിപ്പിച്ച ആദ്യത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിന് പുറമെ മറ്റൊരാളെ നമ്മൾ ആരാധിക്കാൻ പാടില്ല. അല്ലാഹുവിനെ ഏകനാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന് നൽകേണ്ട ആരാധനകളിൽ, സഹായത്തേട്ടങ്ങളിൽ, പ്രാർത്ഥനകളിൽ മറ്റൊരാൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പ്രഖ്യാപനം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തിന്റെ മഹത്വങ്ങൾ വിളിച്ചോതുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ തെറ്റ് ചെയ്താൽ അതിനെ തുടർന്ന് ധാരാളം നന്മകൾ ചെയ്യുക, കാരണം അത് തെറ്റിനെ മായ്ച്ചു കളയും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി ആ സദസ്സിൽ നിന്ന് ചോദിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ പ്രവാചകരെ നന്മയിൽപ്പെട്ടതാണ്? ആ സ്വഹാബിയുടെ ചോദ്യമാണ്, പ്രവാചകരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത് നന്മയിൽപ്പെട്ടതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നന്മകളിൽ, ഒരാൾ ചെയ്യുന്ന നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഉത്തമമായത് അവൻ അവന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നതാണ് നന്മകളിലെ ഏറ്റവും ഉത്തമമായത് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ അയാളുടെ പാപങ്ങളെ അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. വേറൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ഒരുപാട് ദിക്റുകൾ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 തവണ ഒരാൾ ഒരു ദിവസം ചൊല്ലിയാൽ അവന് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 100 നന്മകൾ അവന്റെ മേൽ രേഖപ്പെടുത്തും. അതേപോലെ തന്നെ അവന്റെ 100 തിന്മകളെ അല്ലാഹു തആല മായ്ച്ചു കളയുന്ന അത്രത്തോളം പ്രതിഫലമുള്ള ഒരു വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അത് നമ്മൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള പാപക്കറകളെ അല്ലാഹു തആല കഴുകിക്കളയുന്ന അപ്രകാരം വേറൊരു സൽക്രമമാണ് ഫർള് നമസ്കാര ശേഷം ദിക്റുകൾ ചൊല്ലുന്നത്. ഓരോ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരാധനകൾ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഒന്നാണ് ഫർള് നിസ്കാര ശേഷം ദിക്റുകൾ ചൊല്ലുക എന്നത്, സുന്നത്ത് നമസ്കരിക്കുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും ഫർള് നമസ്കാര ശേഷം 5 നേരത്തെ നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് 33 തവണ ചൊല്ലിയാൽ അങ്ങനെ 99 ആകും. 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുകൂടി ചൊല്ലി 100 തികച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉഫിറത് ഖതായാഹു അവന്റെ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും അല്ലാഹു തആല മായ്ച്ചു കളയും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വഇൻ കാനത് മിസ്ല സബദിൽ ബഹരി, അതൊരു കടലോളം വലുപ്പമുണ്ടെങ്കിലും അവന്റെ തിന്മകളെ അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. നമ്മൾ ഒരിക്കലും ഫർള് നിസ്കാര ശേഷം ദിക്റുകൾ ചൊല്ലുന്നതിനെ നിസ്സാരമായി കാണരുത്. നമുക്കൊക്കെ ഓരോ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ പല രൂപത്തിലുള്ള തിരക്കുകളും ആവശ്യങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മൾ അല്പനേരം ഒരു 5 മിനിറ്റ് ഇരുന്ന് ഈ ദിക്റുകൾ ചൊല്ലിയാൽ അതിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിൽ നാം ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ തിന്മകളെ അല്ലാഹു തആല ആ ഒരു കർമ്മത്തിലൂടെ നമുക്ക് പുറത്തു തരികയാണ്. ഇനിയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ദിവസം നമ്മളിങ്ങനെ കണക്കൂട്ടിയാൽ, ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഇരുന്നാൽ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന തിന്മകൾ ഒരുപാടുണ്ടാകും. ഇങ്ങനെ 5 നേരം ഒരാൾ അല്ലാഹുവിന് വേണ്ടി അവന്റെ മുസല്ലയിൽ ഫർള് നമസ്കാര ശേഷം ദിക്റുകൾ ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിലെ സംഭവിച്ച തിന്മകളെ അവൻ അറിയാതെ അവന്റെ കർമ്മങ്ങളിലൂടെ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുകയാണ്. ഇത് 5 നേരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് സാധിക്കും. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നമുക്കൊക്കെ മനപ്പാഠമുള്ള, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഒരു ദിക്റാണ്. അതിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഒരാൾ മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി, ഒരാൾ രാവിലെയും വൈകുന്നേരവും 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് ചൊല്ലിയാൽ ഉഫിറത് ഖതായാഹു അവന്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുന്നു. തിന്മകൾ ചെയ്യാത്തവരായി, ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ ആ തിന്മകളെയെല്ലാം കഴുകിക്കളയാൻ, പാപമുക്തമായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. തിന്മകളുമായി നമ്മൾ മരണപ്പെട്ടാൽ പരലോകത്ത് വിജയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആനിലെ 100 കണക്കിന് ആയത്തുകൾ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 200-ലധികം ഹദീസുകൾ നമ്മുടെ പാപമോചനവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഹദീസുകളിലൂടെയും വിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് മരണപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളെയും കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ റൂഹ് തൊണ്ടക്കുഴി എത്തുന്നതുവരെ
അവന്റെ ഇസ്തിഗ്ഫാർ അല്ലാഹു തആല സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാപക്കറകളെ കഴുകിക്കളയാതെ മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഏത് സമയത്തും നമ്മുടെ എല്ലാ നമസ്കാരങ്ങളും യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ തവല്ല, ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളു ചെയ്താൽ, ഫഅഹ്സനൽ വുളു, അവന്റെ വുളുഇനെ അവൻ നന്നാക്കുകയും ചെയ്തു, ഖറജത് ഖതായാഹു മിൻ ജസദിഹി, അവന്റെ ശരീരത്തിലൂടെ അവൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ആ വുളുഇലൂടെ അല്ലാഹു തആല കഴുകിക്കളയുന്നു. 5 നേരം ഒരാൾ കൃത്യമായി നല്ല രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ വുളു ചെയ്താൽ അയാളുടെ ശരീരത്തിൽ ഒരഴുക്കും ബാക്കി നിൽക്കുകയില്ല. ആ ഹദീസിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ മിൻ തഹ്തി അൽഫാരിഹി എന്ന, നമ്മുടെ നഖത്തിന്റെ അതിന്റെ അടിയിലുള്ള പാപങ്ങൾ വരെ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുന്നു. നമ്മളിൽ എത്ര ആളുകളുടെ വുളു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ പരിപൂർണമായി കൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരാളുടെ വുളുവിന് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ എത്ര അബദ്ധങ്ങൾ ഉണ്ടാകും. നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയാണോ പഠിച്ചത് ആ രൂപത്തിലായിരിക്കും നമ്മുടെ മരണം വരെ. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന വുളു അത് നല്ല രൂപത്തിലാണ്, അത് ഹദീസുകൾ പ്രമാണങ്ങൾ പഠിപ്പിച്ച രൂപത്തിലുള്ളതാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അബദ്ധങ്ങൾ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ അത് തിരുത്തണം. കാരണം വുളു എന്ന് പറഞ്ഞാൽ അത് കഫാറത്താണ്. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ തിന്മകളെ മായ്ച്ചു കളയുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് വുളു എന്ന് പറഞ്ഞാൽ. അത് അതിന്റെ എല്ലാ അവയവങ്ങളും നനയുന്ന രൂപത്തിൽ പരിപൂർണമായി കൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 നേരം നമ്മൾ നമസ്കരിക്കുമ്പോൾ അത് സംഘടിതമായിട്ടുള്ള നമസ്കാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക. പ്രവാചകർ പറഞ്ഞു, മൻ തവല്ല ലിസ്സലാത്തി, ആരെങ്കിലും ഒരു നമസ്കാരത്തിനു വേണ്ടി വുളു ചെയ്താൽ, വഅസ്ബഅൽ വുളു, അവൻ അവന്റെ വുളുഇനെ നന്നാക്കുകയും ചെയ്തു, എന്നിട്ടോ തുമ്മ മശാ ഇലാ സ്വലാത്തിൽ മക്തൂബ, അവൻ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നതിനു വേണ്ടി പള്ളിയിലേക്ക് പോയി, ഫസല്ലഹ മഅൽ ജമാഅത്തി, അങ്ങനെ സംഘടിതമായി കൊണ്ട് ജമാഅത്തായിട്ട് അവൻ നമസ്കരിച്ചു, ഗഫറല്ലാഹു ദുനൂബഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന്റെ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. നമ്മൾ 5 നേരം നമസ്കരിക്കുന്ന ആളുകളാണ്. നമ്മുടെ നാടുകളിൽ യഥേഷ്ടം പള്ളികളാണ്. പള്ളികളില്ലാത്ത ഒരു പ്രദേശവും ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. നിസ്കാരത്തിന്റെ സമയമായാൽ അത് സംഘടിതമായ രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നിർവഹിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുള്ള എല്ലാവിധ തിന്മകളെയും അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. നമ്മളൊക്കെ പറയുന്ന പോലെ അത് ഇല്ല എങ്കിൽ തിന്മകളുടെ പാപഭാരവുമായി നമ്മൾ അങ്ങനെ ജീവിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അള്ളാഹുവിന്റെ ഒരു പേര് തന്നെ ഗഫൂർ എന്നാണ്. ഗഫൂർ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം പൊറുക്കുന്നവൻ എന്നാണ്. ഒരു തിന്മ അള്ളാഹുവിന്, ഒരു അടിമ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഹറാമായ തിന്മകൾ ചെയ്യുന്നു, എന്നിട്ട് അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എനിക്കിത് പുറത്തു തരണേ. അവന്റെ പ്രാർത്ഥന, അവന്റെ ഇസ്തിഗ്ഫാർ നിഷ്കളങ്കമാണ് എങ്കിൽ റബ്ബ് അവന് പുറത്തു കൊടുക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലാഹു അർ-റഹീം, കരുണയുള്ളവനാണ്. നമ്മളൊരു തിന്മ ചെയ്യണം, ഉടനെ തന്നെ നമുക്ക് അതിന് ശിക്ഷ ലഭിക്കുകയാണ് എങ്കിൽ ഈ ദുനിയാവിൽ ആരുണ്ടാവില്ല ബാക്കി. മനുഷ്യ പ്രകൃതി എന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്ന നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നതാണ്. പരമാവധി തിന്മകളിലേക്ക് പോകാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യേന നമ്മൾ ചെയ്യുന്ന ചില പാപങ്ങൾ ഉണ്ടാകും. ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. നമ്മൾ രഹസ്യമായി
അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു തിന്മ എപ്പോഴും ആളുകൾക്കുണ്ടാകും. നമ്മുടെ ഇസ്തിഗ്ഫാർ, തൗബ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് ആ തിന്മയിൽ നിന്ന് നമ്മൾ മടങ്ങിയിരിക്കണം. അതല്ലാത്തൊരു ഇസ്തിഗ്ഫാറും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന്. ഒരാൾ ഒരു തിന്മ ചെയ്യുന്നു, അയാൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, വീണ്ടും അയാൾ ആ തിന്മ ആവർത്തിക്കുകയാണ് എങ്കിൽ അവന്റെ പാപമോചനത്തിന് എന്ത് അർത്ഥമാണുള്ളത്? നമ്മുടെ നാടുകളിൽ നമ്മൾ പറയും കാക്കത്തൗബയാണ് അയാൾ ചെയ്തത്. ഒരു തിന്മയിൽ നിന്ന് പൂർണ്ണമായി കൊണ്ട് മടങ്ങി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി മടങ്ങാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആയുസ് എപ്പോഴാണ് തീരുക എന്ന് പറയാൻ സാധിക്കുകയില്ല. ഏത് സമയത്തും നമ്മളിലേക്ക് മരണമെന്ന യാഥാർത്ഥ്യം വന്നെത്താം. നമ്മുടെ ആയുസ്സിൽ ചെയ്തു കൂട്ടിയ പാപക്കറകളെ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കണം. ഇസ്തിഗ്ഫാർ ഏത് സമയത്തും നടത്തണം. നമ്മുടെ പാപമോചന പ്രാർത്ഥനകൾക്ക് സമയപരിധിയില്ല, ഏത് സമയത്തും നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഒരു അടിമ അല്ലാഹുവിനോട് എന്താണോ പ്രാർത്ഥിക്കുന്നത് അവന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു തആല ഉത്തരം നൽകുന്ന ആ സമയങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അല്ലാഹുവിലേക്ക് പൂർണ്ണമായി കൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങാൻ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം നല്ല നിയ്യത്തോടുകൂടി നിഷ്കളങ്കമായി ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ ഒരുപാട് കർമ്മങ്ങളിലൂടെ അല്ലാഹു പാപമോചനം നമ്മൾ അറിയാതെ ചില കർമ്മങ്ങളിലൂടെ അല്ലാഹു ഏർപ്പാട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത്തരം പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കരഗതമാക്കുക. അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. മാറി മാറി വരുന്ന കാലാവസ്ഥകളിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് സംരക്ഷണമേകാനും നമ്മുടെ നഗ്നത ഔറച്ചു മറക്കാനും അല്ലാഹു നമുക്ക് നൽകിയ വളരെ വലിയ ഒരു അനുഗ്രഹമാണ് വസ്ത്രം എന്നുള്ളത്. നമുക്കൊക്കെ ഒരുപാട് ജോഡിക്കണക്കിന് വസ്ത്രങ്ങൾ ഉണ്ടാകും. അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇസ്ലാമിക മര്യാദകൾ ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വം നിർണയിക്കുന്നത് നമ്മുടെ വേഷങ്ങളാണ്. നല്ല വേഷങ്ങൾ ധരിക്കുന്ന ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സ്വർണവും പട്ടുവസ്ത്രവും എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് എന്ന്. അഥവാ ആണുങ്ങൾ, പുരുഷന്മാരായ ആളുകൾ സ്വർണവും പട്ടുവസ്ത്രവും ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ സ്ത്രീകൾക്ക് അത് അനുവദനീയമാണ് എന്ന്. അതുപോലെ തന്നെ പുരുഷന്മാരായ ആളുകൾ അവർ ഞെരിയാണിക്ക് താഴെ അവരുടെ വസ്ത്രം പോകാൻ പാടില്ല എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഒരുപാട് ഹദീസുകൾ കേട്ട ആളുകളാണ്. അതൊരു ഇസ്ലാമിക മര്യാദയാണ്. നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് നമുക്ക് പുണ്യം വരെ ലഭിക്കുന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുത്തേറ്റുകൊണ്ട് രോഗശയ്യയിൽ കിടക്കുകയാണ്. ഈ സമയത്ത് ഖലീഫയെ കാണാൻ വേണ്ടി അങ്ങകലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വളരെ സങ്കടത്തോടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. അങ്ങനെ വേദന കൊണ്ട് പ്രയാസപ്പെട്ട് കിടക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു
തന്റെ അരികിലേക്ക് വന്ന ആ മനുഷ്യനോട് പറഞ്ഞത്, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണ്, അതിനെ നീ ഉയർത്തിയെടുക്കണം. അത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വേഷം അത് പുരുഷന്മാരുടേത് ഞെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല. അതേപോലെ തന്നെ ഇടുങ്ങിയ വസ്ത്രം ധരിച്ചാൽ നമുക്ക് നമസ്കാരത്തിനും മറ്റൊക്കെ പ്രയാസമായിരിക്കും. ചിത്രങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് പള്ളിയിലേക്ക് നമ്മൾ വരാൻ പാടില്ല. അതൊരു ഇസ്ലാമിക മര്യാദയാണ്. ഇത് പറയാൻ കാരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്ന് ഒരു തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ ആയിഷ ബീവി ഒരുപാട് ചിത്രങ്ങളുള്ള ഒരു വിരി ഇങ്ങനെ കെട്ടിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ചൂണ്ടിയിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ഞാൻ നമസ്കരിക്കുമ്പോൾ എന്റെ ശ്രദ്ധ അതിലേക്ക് അറിയാതെ പോവുകയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് അഴിച്ചു വെക്കണം. ഇപ്പൊ നമ്മൾ പള്ളിയിലേക്കൊക്കെ വരുമ്പോ നല്ല മാന്യമായ വസ്ത്രങ്ങൾ, ഏറ്റവും നല്ല വസ്ത്രമാണ് പള്ളിയിലേക്ക് നമ്മൾ വരുമ്പോൾ ധരിക്കേണ്ടത്, ചിത്രങ്ങളുള്ള. അതേപോലെ തന്നെ നേരിയ വസ്ത്രം എന്ന് പറഞ്ഞാല് ഉള്ളു കാണുന്ന വസ്ത്രം. ഇപ്പൊ നമ്മൾ വസ്ത്രം ഇടുന്നത് നമ്മുടെ നഗ്നത മറക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇട്ടിട്ട് നമ്മുടെ ഉള്ളിലെ ഔറത്തുകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലൊരു അർത്ഥമല്ല. ശരീരത്തിന്റെ ആളുകൾ കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ മറച്ചിട്ടായിരിക്കും നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടത്, പള്ളിയിലേക്ക് വരേണ്ടത്. അതേപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒന്ന്, ആൺവേഷം പെൺകുട്ടികൾ ധരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പെൺവേഷം ആണുങ്ങളും ധരിക്കാൻ പാടില്ല. ഇത് രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിലക്കിയതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആണിൻ്റെതാകട്ടെ പെണ്ണിൻ്റെതാകട്ടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔറത്ത് മറക്കുന്നതിനു വേണ്ടിയാണ്. അതൊരു ഇസ്ലാമികപരമായ മര്യാദയാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു സംരക്ഷണം കൂടിയാണ്. ഔറത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അനുവദനീയമായ ആളുകളുടെ മുമ്പിൽ കാണാവുന്ന രൂപത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം വളരെയധികം വിലക്കിയിട്ടുണ്ട്. മാത്രമല്ല, സ്ത്രീകൾ വളരെ ഇറുകിയ വസ്ത്രം ധരിക്കും. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ ഔറത്തുകളൊന്നും മറന്നിട്ടില്ല. അങ്ങനത്തെ ചില വേഷങ്ങൾ. ചില പെൺകുട്ടികളൊക്കെ സോക്സ് പോലത്തെ പാന്റുകളൊക്കെ ധരിച്ചിട്ട് ആ വസ്ത്രം ധരിച്ചത് കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. ഇത് നമ്മുടെയൊക്കെ സദസ്സുകളിലാണ്, ഇങ്ങനെയുള്ള സദസ്സുകളിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം. ആ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം, ഒരു ഉപകാരം ഉണ്ടാകും. അത് അവരുടെ നഗ്നത മറയുക എന്നുള്ളത്, അവരുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഔറത്ത് കാണിച്ചുകൊണ്ട് വേഷവിധാനങ്ങൾ ധരിച്ചാൽ അത്തരം സ്ത്രീകൾ സ്വർഗത്തിന്റെ വാസന പോലും ആസ്വദിക്കുകയില്ല എന്ന്. ആ ഒരു മുൻകരുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇസ്ലാമികപരമായ വേഷങ്ങൾ, നല്ല വേഷങ്ങൾ നമ്മൾ ധരിക്കും. വസ്ത്രങ്ങളിൽ ദൂർത്തു പാടില്ല, അതിന് പുണ്യമുണ്ട്. വസ്ത്രം വെള്ളിയാഴ്ച ധരിക്കുന്നതിന് പുണ്യമുണ്ട്, ജുമാക്ക് വരുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കുന്നതിനും പുണ്യമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പരമാവധി നമ്മളെ കൊണ്ടൊക്കെ കഴിയുന്ന രൂപത്തിൽ, ഇതൊരു വിമർശനായ രൂപത്തിൽ ഞാൻ സൂചിപ്പിച്ചതല്ല. നമ്മുടെ നാടുകളിൽ നമ്മളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി, നമ്മുടെ കല്യാണങ്ങൾ, അതേപോലെ തന്നെ വിരുന്നുകൾ, നമ്മുടെ നാടുകളിലേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെയൊക്കെ പെൺകുട്ടികളുടെ വേഷങ്ങളുടെ അവസ്ഥ ഉണ്ടാവും. ഒരു വിമർശനമായ രൂപത്തിൽ അല്ലാതെ നമ്മൾ അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചു. അതുകൊണ്ടാണ് ഇസ്ലാം വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് നമുക്കുള്ള സംരക്ഷണമാണെന്നാണ് ഹദീസുകളിലൂടെ പഠിപ്പിച്ചത്. ആ രൂപത്തിലുള്ള വേഷങ്ങൾ നമ്മുടെ പെൺകുട്ടികൾക്കും അതേപോലെ നമ്മുടെ വീടുകളിലെ സ്ത്രീകൾക്കും ഉണ്ടാകണം. അത് നമ്മുടെ വേഷങ്ങൾ ഇസ്ലാമികമാക്കിയാൽ അതിനു വരെ പുണ്യമുണ്ടെന്നാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ നമ്മൾ സ്വീകരിക്കുക, ഇസ്ലാമികപരമായ രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നമ്മുടെ മഹല്ലിൽ മഗ്രിബ് നമസ്കാര ശേഷം ഒരു ഫാമിലി മീറ്റ് ഉണ്ട്. പരമാവധി ആളുകൾ കുടുംബസമേതം പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഡോക്ടർ ഫർഹാൻ ഔഷാദാണ് ക്ലാസ് എടുക്കുന്നത്. പരമാവധി ആളുകൾ നാളെ മഗ്രിബിന് ശേഷം നമ്മുടെ മദ്രസയിൽ വെച്ചാണ് നടക്കുന്നത്. പരമാവധി ആളുകൾ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കർമ്മങ്ങളെയെല്ലാം അള്ളാഹു പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള
ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും നീ പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, സഹോദരങ്ങൾ, പണ്ഡിതന്മാരായ ആളുകൾ, അള്ളാഹുവെ അവരുടെ ഖബറിടത്തെ നീ വിശാലമാക്കി കൊടുക്കണമെന്നാഥ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നീ നിന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, വീടുകളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا